എത്ര വലിപ്പമുള്ള മീനാ അവിടെ ഉള്ളത്? ഈ വലിപ്പമുള്ള മീനെ മേലെ നോക്കി ഈ വലിപ്പമുള്ള മീനെ കാണാം. ഈ വലിപ്പമുള്ള മീനെ 2 കിട്ടിയത്. ഈ വലിപ്പമുള്ള ഒന്ന് കിട്ടി കയറ്റി, ഒന്ന് കയറ്റി കരക്ക് കയറ്റി, രണ്ടാമത്തെ ഒരു പൊന്തിച്ചോ മേലിന്ന് വെള്ളത്തിന് മേലെ പൊന്തിന് അടിയാൻ ചാടി. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ് സാറാ? മീനെ പിടിച്ചാൻ പോവാ, ചൂണ്ടിടാൻ പോവാണ്. അപ്പൊ ഇതാ കൊക്കയും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണ്. അപ്പൊ ഇവന്റെ വീടിന്റെ അടുത്ത് ഒരു കുളം ഉണ്ട് കേട്ടാ. അപ്പൊ ആണ്ടാണ് പോണത്. പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇടുക വലിക്കുക, ഇതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മള് പോണത്. കിട്ടൂലേ ഇടാ വലിക്കുക അങ്ങനെയാണല്ലേ. അപ്പൊ ഞങ്ങളാണ്ട് പോയാ കേട്ടാ. എവിടെയാണ് ഈ മീനുള്ളത്? നമ്മളെ പാറക്കുജിയില് മുത്തുവാ, എന്നാ പോയാലോ? കൊക്ക വേഗം ഒരാള് പൊയ്ക്കടേ. 3 ഐറ്റം കൊക്ക വേണം മുത്ത് പറഞ്ഞേക്ക്. ആ ചെറുതെന്തിനാ? അത് സിലോപ്പിനെ പിടിച്ചാല് ഈ സിലോപ്പിനെ പിടിച്ചിട്ട് വലിയമ്മ കിട്ടും. എല്ലാ എത്ര വലിപ്പമുള്ള മീനാ അവിടെ ഉള്ളത്? ഈ വലിപ്പമുള്ള മീനെ മേലെ നോക്കി ഈ വലിപ്പമുള്ള മീനെ കാണാം. എനിക്ക് ഈ വലിപ്പമുള്ള മീനെ 2 കിട്ടിയത്. വെള്ളത്തിൽ നോക്കുമ്പോ എത്ര വലുപ്പം ഉണ്ടാവും, ചൂണ്ടുമ്പോ കൊടുക്കുമ്പോ മീൻ എത്ര ആവും, പൊന്തിച്ച് കയറ്റുമ്പോ എത്ര ആവും. കാരണം വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് അത്ര വലുപ്പം തോന്നിക്കും. ബിസിനസ്. അപ്പൊ നമ്മളെ ആളിപ്പോ വരും. അപ്പൊ സാധനം കിട്ടിയാ? എവിടെ സാധനം റെഡിയാ? അപ്പൊ ചൂണ്ടോടെ? അപ്പൊ ചൂണ്ടതൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പൊ വരൂടെ പോവാ. ഇതാണ് ഞങ്ങളെ പൊര. അല്ല അറിയാതെ പറഞ്ഞാണ്. അല്ല കൊള്ളി വേണ്ടേ? അപ്പൊ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഏതായാലും വണ്ടി എടുത്ത് പോയോട്ടെ. നമ്മ കാറ് പോണോ? അപ്പൊ നമ്മള് വണ്ടിയായിട്ടാണ് പോണത്. പോവാ കെട്ടല അവിടുന്ന് കെട്ടാൻ നമുക്ക്. എരൊക്കെ എടുക്കണ്ടേ? ഞാഞ്ഞളാ ഇവര് രണ്ടാളുമായിട്ട് നമ്മൾ ആദ്യം പ്ലാനിങ് ചെയ്തിട്ട് ഇവരെ വീടിന്റെ അടുത്താണ് സംഭവം ഉള്ളത്. അപ്പൊ ഏതായാലും പോയ കണ്ണനെ കിട്ടൂല. നോക്കണ കൊക്കന്റെ വലിപ്പം. ഈ കൊക്ക പോരെ. ഏതായാലും പോയോക്ക. ആകെ പ്രശ്നമായി കായ്. ഇവന് കൊക്കൊക്കെ പറഞ്ഞ വെച്ചിട്ട് കണ്ട ഹോട്ടല്ല. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിലുള്ള കൊക്കളാവും മേങ്ങിക്കണ്. എനിക്കെന്തായാലും പറയണ്ട. വലിയ മീൻ വലിയ മീനുണ്ട്. പക്ഷെ ഈ കൊക്ക കവറ കണ്ട പെരീന്ന് എടുക്കാ. വല്ലാത്ത ജാതി ചൂണ്ടിടാൻ പോക്കൈക്കാരത്. ഇപ്പൊ അവിടെ ചൂണ്ട സെറ്റാക്കി കേട്ടോ. നല്ലപോലെ കിട്ടിക്കട്ടാ. വലിയ മീനാണ്. കിലാനാണല്ല. എത്ര കിലാണ്ട് അവിടെ? വെറുതല്ല ആരോ കണ്ട് പേടിച്ചിരുന്നത്. കൊള്ളത്തിനത്ര ജീവിണ്ട് കാരാമല കണ്ടതാണ്. ഏതായാലും സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പോയോക്കട്ടെ. ഇവിടെ എന്താ പരിപാടി? ഇജ്ജ് കൊള്ളിയൊക്കെ സെറ്റാക്കിയാ? ഏതായാലും നീ അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പൊ മുത്തുവിനെന്തോ പറയാണ്ടായിരുന്നു. എന്തേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പോണ 6 ആൾക്കാർക്ക് മീൻ പിടിച്ചാൻ അറിയില്ല. ഇതപ്പൊ എനിക്ക് മിഞ്ഞാന്ന് കിട്ടിയിരിക്കണേ 5 ലാൻഡ്. ഈ വലുപ്പുള്ള ഒന്ന് കിട്ടി കയറ്റി, ഒന്ന് കയറ്റി കരക്ക് കയറ്റി, രണ്ടാമത്തെ ഒരു പൊന്തിച്ചോ മേലിന്ന് വെള്ളത്തിന് മേലെ പൊന്തിന് അടിയാൻ ചാടി. എനിക്കവിടെ പോയിട്ട് ഞാൻ മേലെ ഞാൻ കാണിച്ചു തരാം. ഈ വലുപ്പുള്ള മീന് അങ്ങനെ ആക്കണ്ട. അപ്പൊ സെറ്റായിട്ടാ. 2 സെറ്റായി. ഇനി ഒന്ന് അവിടെ ഉണ്ട് പറഞ്ഞു. ഇപ്പൊ ഗായ്സ് ഞങ്ങൾ പോവാൻ നിൽക്കേട്ടാ. 1 2 3 ഇജ്ജ് ഒത്തുണ്ടാ?
4, 5, 6 ആൾക്കാരുണ്ട്. 6 ആൾക്കാർക്ക് ഇഷ്ടം വേണ്ടി ഉണ്ടാവും എന്നാ പറയുന്നത്. 6 ആൾക്ക് തിന്നാനുള്ള ഉണ്ടാവൂല. ഗായ്സ് ഞങ്ങൾ പോക്ക് തുടങ്ങിട്ടാ. 3 വണ്ടിമേലാണ് പോണത്. ഒരു വണ്ടി അവിടെ എത്തിക്കും. പോയോട്ടെ. ഇതാട്ടാ നമ്മളൊക്കെ പഠിച്ച സ്കൂള് CP ബോക്കർ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതെന്ത് പണിയാ കാട്ടുന്നത്. അപ്പൊ നമുക്ക് പോവാനുള്ള സ്കൂളിന്റെ ബാക്ക് കൂടിയാണ്. അപ്പൊ നമ്മൾ ഏകദേശം സ്പോട്ടിലെത്താനായിട്ടാ. ഇവിടെ ഫുള്ള് നാച്ചുറലായ സ്പേസാണ്. അടിപൊളിയാണ് ഇവിടെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ അങ്ങോട്ട് വരിക. സ്ഥലത്തിന്റെ പേരെന്താടാ? നാച്ചുറൽ കലാമിറ്റി. ഇതാണ് ആൽപ്പറമ്പ്. ഇതാണ് മേലാൽപ്പറമ്പ്. ഇതെന്താ പറ്റി? വണ്ടിക്ക് എന്താ പറ്റി? തട്ടേ മറുകാടിന്റെ അല്ല, ഡിസ്കുമെന്നാണ്. മഴ ആയിട്ടാണ്. ആ മറ്റേ സാധനം എൻ്റെ അടുത്ത് ഇന്നാൾ കഴിഞ്ഞാൽ അതൊന്നും അതിൻ്റെ ഉള്ളിൽ അടിച്ചാൽ മതി. ഇപ്പൊ റെഡിയാവും. നമുക്ക് പോവാ. എന്നാ പോവല്ല, ഇറങ്ങി. ഏയ് സ്പോട്ടിലെത്തിയപ്പോ പോണാന്നാ. ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ഗ്രൗണ്ടാട്ടാ. ഇവിടെ വോളിബോള്, ഫുട്ബോള്, ക്രിക്കറ്റ് ഒക്കെ കളിച്ചിരിക്കണേ. ഇവിടെയാണ് നമ്മളെ ഇവരൊക്കെ വീട് കിടക്കുന്നത്. ഇവര് ഏട്ടനും അഞ്ചനുമാണ്. ഇതാണ് ജ്യേഷ്ഠന്, ഇത് അനിയൻ. 2 ഇരട്ട കുട്ടികളെ മാതിരിയാണ്. ഏരാ നമുക്ക് ഇവരോട് നിൽക്കാം. പിടിച്ചാന്ന് അറിഞ്ഞാണ്ട് പായ പിടിച്ചെടുത്താ വിളിച്ചതാ. പോ ഇതിന്റെ താഴത്തായിട്ട് നമ്മള് പറഞ്ഞ കൊളള്ളത്. എവിടെ പല്ല വെച്ചിട്ടില്ലാന്നാ. നമുക്ക് അടിക്കാണ് പോവുള്ളത്. നല്ല മഴ ഉണ്ട് കേട്ടോ, മഴക്കാറുണ്ട്. ഏത് ഇതല്ലപ്പോ ഒരു പറ തിന്നുകാണ്ടന്ന് ഇനി മണല്. അപ്പൊ ഗായ്സ് നമ്മള് മീൻ പിടിക്കാനുള്ള ഏര സങ്കല്പിക്കുക കേട്ടാ. ഇവിടെ ഉള്ളത് സാധനം കിട്ടുവോ? ആ ഉണ്ട് 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 ഉണ്ട്. ആ അതൊക്കെ ഇനിണ്ടാ. ആ ഓ ഇവിടെ അല്ല ഉണ്ടല്ല. നിങ്ങളിവിടെ ഏരനെ വളർത്തുണ്ടോ? ആ എടാ ഇവര് ഇവിടെ ഏരനെ വളർത്തുണ്ട്. ഇവര് കൃഷി ചെയ്യണ്ടെന്ന് തോന്നുന്നു. ഞാഞ്ഞോളും കൃഷി. നല്ല ഏരണ്ട്, ഇഷ്ടം പോലെ. ഇതാ നല്ല തടിയുള്ള ഐറ്റംസാ. 2 കിട്ടി, പിന്നെ കിട്ടിയില്ല. അതിനാദ്യം നനച്ചിടാ. എനിക്കറിയോ? ഐഡിയ ഉണ്ടോ? അതിനുള്ളിലൊക്കെ പോയി. അത് അതാ സാധനം കിട്ടുന്നുണ്ട് കേട്ടാ. അപ്പൊ ഏതായാലും ഞങ്ങള് ഏര എടുക്കട്ടെ. ഇനി ഏര എടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഉള്ളത് കാണാം അല്ലേ? പോവാ. ഇടാ വലിച്ച എന്താ പറഞ്ഞേ? ചാക്ക് വേണാ? അൻസാറ് പറഞ്ഞ് ചാക്കിനുള്ള മീൻ ഉണ്ടാവും എന്നാണ് പറയണത്. ഭയങ്കര അയപ്പൊക്കെ കൊടുത്തേണ്ട പോണ്. ഇതട്ടാ നമുക്ക് ഏരൊക്കെ കിട്ടിയിരിക്കുന്നത്. ആ അത്യാവശ്യം ഉണ്ട്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനല്ലേ. നല്ല കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനി നാളെയും വരാം. എവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ല. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണ്. ഞാൻ വ്ളോഗ് എടുക്കുന്ന ആളല്ലേ. എന്നെയാണ് കാത്തിക്കണ. ഇച്ചാണ് മൂപ്പനെ. നദിയിലിട്ടാളാ. നെജ് മുന്നിലടക്കാൻ എനിക്കാണ് സ്ഥലം അറിയുള്ളൂ. വേറെ ഏരിയ ആണ് ഇത്, നമ്മളെ ഏരിയ അല്ല. നമ്മളിത് ഇങ്ങോട്ടൊക്കെ ചെറുപ്പത്തിൽ വന്നാണ്, കുറെ കാലം മുമ്പ് വന്നാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരലില്ല. തുക
ഇവിടൊക്കെ പെരകളൊന്നുമില്ല. ഇവിടെ ഒന്ന് ആദ്യം പെരണ്ട് എല്ലാം ഇവിടെ പെരകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലാണ് ഇതാണ് ഇതിലാ ഇതല്ല കേട്ടോ സ്പോട്ട് ഇതല്ല. അവര് പറ്റിച്ചാണ് നമ്മളെ. ഇവിടുത്തെ ആംബിയൻസ് നല്ല രസമുണ്ട് കേട്ടോ. എന്നാകെ ഡാർക്ക് ആയിക്കണ്, ഇരുട്ടായിക്കണ്. ആ പറ. അതെ ഇതാണ് സ്പോട്ട്. ഇത് അത്യാവശ്യം വലുതാണ്. നമ്മളപ്പോ സ്ഥലത്ത് എത്തിക്കണേ. അല്ല ഇജല്ലേ പറഞ്ഞു മീൻ ഇവിടെ വന്നാൽ തന്നെ ഇങ്ങനെ തല പൊന്തിച്ചിക്കും പറഞ്ഞു. എവിടെ ആര് ഏതായാലും ഞങ്ങള് ചൂണ്ടൊക്കെ സെറ്റ് ആക്കിട്ട് ഇട്ടോക്കട്ടെ. ഇപ്പൊ എന്താ കിട്ടൂല. അപ്പൊ എന്താ മീൻ ലഞ്ച് ബ്രേക്കിലാ. അയാള് കോർത്തിക്കണേ. അപ്പൊ അവനിടാൻ പോവാണ്. പൊന്തായൊക്കെ വെച്ചാ എന്നാ മുത്ത് അങ്ങോട്ട് പോയിക്കോ. വലുതന്നെ ആദ്യം പിടിച്ചോ. നിങ്ങളെന്തിനാ നോക്കിക്കാവുന്ന ഈ കുളത്തിൽ പാരം കുളിക്കലുണ്ടാ? നന്നായി. ഇട്ടാ എവിടെ കാണിയ? ആ ഉണ്ട്, സാധനമുണ്ട്, സാധനമുണ്ട്. എന്താ തള്ളാച്ചി വലിച്ചല്ലേ കൊത്തണം കൂടി ഇല്ല. അത് അവിടെയൊക്കെ എന്തോ വെട്ടുണ്ട്. ഇവിടെ ഒരാള് ഏറെ ഓർക്കുന്നുണ്ട്. ഇജ്ജ് വലുത് കുടിക്കോളൂ. എന്റെ വലിയ അതാ വീണാ. വെള്ളം ഇളക്കാൻ പാടില്ല, മീന് പോവും. മഴക്കാറുണ്ട് ട്ടാ, അതുകൊണ്ടാവൂലേ. ഒന്നെങ്കിലും കൊത്തിയിരുന്നെങ്കില്. അതാ അത് പൂടാ. ആൾക്കാരെ അറിഞ്ഞിട്ടോളി. ഇജ്ജ് ഇറങ്ങാണ്. ഇജ്ജ് അങ്ങോട്ട് പോയിക്കോ, കിട്ടിയാ പറഞ്ഞാ മതി. ഇപ്പൊ ഇങ്ങനെ പോണ്. കിട്ടിയടാ. ഇവരെ നമ്മളെ പറ്റിച്ചാണ് ഗായ്സ്. ഇവിടെ ഒരു മീന് പോയിട്ട് ഒരു തവളാപ്പുട്ടനും കൂടി മീന് പോയിട്ട് തവളാപ്പുട്ടനും കൂടി ഇല്ല. ഇവര് നമ്മളെ പറ്റിച്ചാണ്. ക്ഷമയില്ലല്ലേ നമ്മക്ക്. അതുകൊണ്ട് ഗായ്സ് ഞങ്ങൾക്ക് ഒറ്റ മീനും കിട്ടിയില്ല. ഒരു വരവും കൂടി വരും. ഇങ്ങോട്ട് വരുത്. ഇനി വേറെ എവിടെക്കെങ്കിലും പോകാൻ നമുക്ക്. ഇതിലെന്തെങ്കിലും ഉണ്ടാ? നീ വളർത്തണ? ആരാ വളർത്തണേ? അപ്പൊ വീഡിയോ എത്ര ഉള്ളു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊട്ടത്തരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇനി ഏതായാലും ഉച്ചക്ക് നല്ല പോയി പെരി പോയി കണ്ട എല്ലാം നാടൻ ചോറും സാധാ പച്ചമീനും തിന്നാ. മീൻ ചൂടാനുള്ള സാധനം കിട്ടിയിരിക്കണേ.
ചാക്കോടെ മീനോടെ മീന് പൊന്തണി പിടിച്ചിട്ട് രണ്ടാളും ഏതായാലും പെരി പോട്ടെ ഒരു കഥ